സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഭരണി നക്ഷത്രത്തിന്റെ ജൂലൈ 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. ഭരണി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഏതൊക്കെ ടാരോട്ട് കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ദ ലവേഴ്സ്, ജസ്റ്റിസ്, കിങ് ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ ദ ലവേഴ്സ് കാർഡ് എന്ന കാർഡ് ഓവറോൾ എനർജി തീമായി വരുമ്പോൾ മനസ്സിനിണങ്ങിയ ബന്ധങ്ങൾ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ, ഇതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ ഇഷ്ടപൂർവമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം വരുന്നു. ഇനി റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ ആണെങ്കിൽ ബന്ധങ്ങൾ സ്ട്രോങ് ആവും എന്നും സൂചനയുണ്ട്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു മനസ്സിനിണങ്ങിയ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഈ ഒരു മാസം അവസരങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അവസരങ്ങളുടെ സാധ്യത എന്നത് നിങ്ങളുടെ സത്യസന്ധമായ കാർമിക് എനർജിയാണ്. നിങ്ങളുടെ സത്യയുക്തമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് നീതിപൂർവമായ അവസരങ്ങൾ കൊണ്ടുവന്ന് തരും. മറിച്ചാണെങ്കിൽ അത് നിങ്ങളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തും. നിയമപരമായ കാര്യങ്ങൾ, കോൺട്രാക്റ്റുകൾ, ചർച്ചകൾ, ഇവയിലൊക്കെ നിങ്ങളുടെ ഭാഗം സത്യസന്ധമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫേവറബിൾ ആവുകയുള്ളൂ. ഇനി ഈ ഒരു മാസത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതിനൊക്കെ ഒരു കാലതാമസം നേരിടേണ്ടി വരും. അധികാരികളിൽ നിന്നോ നേതൃത്വ സ്ഥാനത്ത് ഉള്ള ഒരാളിൽ നിന്നോ ഒക്കെ എതിർപ്പുകളൊക്കെ നേരിടേണ്ടതായി വരാം. നിങ്ങളുടെ പാഷനേക്കാളും സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാവും. നിങ്ങളുടെ നിയന്ത്രണം വിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം. ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ആക്ഷനായി 5 ഓഫ് കപ്സ് എനർജി വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തെയും നിരാശയെയും ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ അതിൽ മുങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഴയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു സമയം പഴയകാല തെറ്റുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. പുതിയ സാധ്യതകളിലേക്ക് ഹൃദയം തുറക്കുക. നിങ്ങൾക്കുള്ള സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സാണ് ഇവിടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുക. ഈ ഒരു മാസം അവസാനത്തോടു കൂടി പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. പുതിയ തുടക്കങ്ങൾ, അത് സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ ദീർഘകാല വിജയത്തിലേക്കുള്ള ഒരു വിത്ത്, അത് പാകാൻ നിങ്ങൾക്ക് കഴിയും. ഇതോടുകൂടി ഈ റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.